വെടിനിർത്തൽ കരാർ ലംഘിച്ച അതിർത്തിയിൽ വീണ്ടും പാകിസ്ഥാൻ പ്രകോപനം കനത്ത തിരിച്ചടി നൽകിയെന്നും അനന്ത്നാഗ് മേഖലയിൽ പ്രത്യേക ഓപ്പറേഷൻ നടക്കുകയാണെന്നും സൈന്യം അറിയിച്ചു. അതേസമയം സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിന്റെ തുടർ നടപടികൾ ഭാരതം ശക്തമാക്കി. പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്ക് പൂർണ്ണമായും തടയുന്നതിന്റെ ഭാഗമായി കിഷൻഗംഗ ഡാമും അടയ്ക്കും. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം തുടർച്ചയായി അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ്. കുപ്വാര, ബാരാമുള്ള, പൂഞ്ച് സെക്ടറുകളിൽ നിയന്ത്രണ രേഖയിൽ വെടിവെപ്പുണ്ടായി. കനത്ത തിരിച്ചടി നൽകിയതായി സൈന്യം അറിയിച്ചു. ജമ്മു കശ്മീരിൽ വിവിധ മേഖലകളിൽ ഭീകരർക്ക് വേണ്ടിയുള്ള പരിശോധന തുടരുകയാണ്. അനന്ത്നാഗ് മേഖലയിൽ സംയുക്ത സേനയുടെ പ്രത്യേക ഓപ്പറേഷൻ പുരോഗമിക്കുകയാണ്. അതിർത്തിയിൽ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് അടിയന്തര സാഹചര്യം നേരിടുന്നതിന്റെ ഭാഗമായി പ്രതിരോധ നടപടികൾ ശക്തമാക്കി. ഇതിന്റെ ഭാഗമായി പഞ്ചാബിലെ ഫിറോസ്പൂരിൽ ഇന്നലെ രാത്രി സുരക്ഷാ സേന ബ്ലാക്ക് ഔട്ട് ഡ്രിൽ നടത്തി. ലൈറ്റുകൾ പൂർണ്ണമായും അണച്ച് പരിശോധന, പ്രതിരോധം, രക്ഷാദൌത്യം നടപടികളുടെ പരിശീലനമാണ് നടത്തിയത്. അതേസമയം സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിന്റെ തുടർ നടപടികൾ ഭാരതം ശക്തമാക്കി. പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്ക് പൂർണ്ണമായും തടയാനാണ് തീരുമാനം. ഇതിന്റെ ഭാഗമായി ബാംഗ്ലിഹാർ, കിഷൻഗംഗ ഡാമുകൾ അടയ്ക്കും. നദികളിലെ ജലം ഇന്ത്യയിൽ തന്നെ ഉപയോഗിക്കാനുള്ള പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ഇക്കാര്യത്തിനായി എഞ്ചിനീയർമാരുൾപ്പെടുന്ന വിദഗ്ധ സംഘം കശ്മീരിലെത്തി. ജനം, ഡൽഹി.